അള്ളാന്റെ ഹബീബ് പറഞ്ഞു, മോനെ സാരമില്ല, അത് നിന്റെ വാർത്തയാണ്, നീ ക്ഷമിച്ചേക്കുക, നീ അവിടെ ഇരിക്കുക. അബൂ ഉബൈദ അവിടെ ഇരുന്നു. വീണ്ടും ജറാഹ് ചോദിച്ചു, മുഹമ്മദേ, ആരാണ് നിന്റെ കൂട്ടത്തിൽ സ്വർഗത്തിൽ പോകാനുള്ളത്? നിന്റെ കൂട്ടത്തില് ചങ്കൂറ്റമുള്ള ആരും അവശേഷിക്കുന്നില്ലേ മുഹമ്മദേ? ആരാണുള്ളതെന്ന് പറയുക, സ്വർഗത്തിൽ പോകാൻ ആരാ തയ്യാറുള്ളത്? എന്നോട് മല്ലടിക്കാൻ വരട്ടെ. അപ്പോഴും അബൂ ഉബൈദ എഴുന്നേറ്റിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞാൻ പോയി വരട്ടെയോ നബിയേ? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, വേണ്ട മോനെ, പോകണ്ട, അത് നിന്റെ പിതാവാണ്, നിന്റെ ഉപ്പയാണ്, നീ അവിടെ ഇരിക്കുക. മൂന്നാമതും അബൂ ഉബൈദയുടെ പിതാവ് ജറാഹ് വെല്ലുവിളിച്ചു, മുഹമ്മദേ, നാണം കെട്ടവനായ മുഹമ്മദേ, നീ വീരവാദം മുഴക്കാറുള്ളതല്ലാതെ നിന്റെ കൂട്ടത്തിൽ അഭിമാനബോധമുള്ള ഒറ്റയൊരുത്തനുമില്ലല്ലോ എന്റെ വെല്ലുവിളി സ്വീകരിക്കാൻ. അള്ളാന്റെ റസൂലിനെ നാണം കെട്ടവനെന്ന് വിശേഷിപ്പിച്ചപ്പോൾ അഭിമാനബോധമുള്ളവൻ മുഹമ്മദിനോടൊപ്പമില്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ പിന്നെ പ്രവാചകന്റെ പെർമിഷന് വേണ്ടി കാത്തുനിൽക്കാതെ ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു പെട്ടെന്ന് തന്റെ അനുവാദം ചോദിക്കാതെ വാളുറയിൽ നിന്നൂരിക്കൊണ്ട് ചാടിയിറങ്ങി. എല്ലാവരും കണ്ണുകളിൽ പോയി. അബൂ ഉബൈദ തന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ അടുക്കലേക്കാണ് വാളുമായി ചാടി വീഴുന്നത്. ഉപ്പയോ റസൂലുള്ളാഹി ആക്ഷേപിച്ചതാണ്. പക്ഷേ ഉപ്പയുമായി മല്ലടിക്കാൻ മകൻ വാളുമായി ചാടി വീഴുന്നത് എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നുപോയി. അബൂ ഉബൈദ ജറാഹിന്റെ മുന്നിൽ വന്നു നിന്നപ്പോൾ ജറാഹിന്റെ കണ്ണുകളിൽ പോയി. ആരെയാണോ താൻ വാള് പിടിക്കാൻ പഠിപ്പിച്ചത്, ആരെയാണോ താൻ പരിച പിടിക്കാൻ പഠിപ്പിച്ചത്, ആർക്കാണോ താൻ ജനാഗണത്തിൽ ചുവട് വയ്ക്കാൻ പഠിപ്പിച്ചു കൊടുത്തത്, ആരുടെ ചെഞ്ചുണ്ടകളിലാണോ താൻ 100 വട്ടം ചുംബനം കൊടുത്തിട്ടുള്ളത്, ആരുടെ വായുവിലേക്കാണോ താൻ ഭക്ഷണം ഉരുത്തി വെച്ചു കൊടുത്തിട്ടുള്ളത്, തന്റെ മടിയിൽ കിടന്നു വളർന്ന, താൻ ജന്മം കൊടുത്ത തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഗർഭാശയത്തിൽ വളർന്നു വന്ന തന്റെ പ്രിയപ്പെട്ട പുത്രനാണ് എന്നോട് മല്ലടിക്കാൻ വന്നിരിക്കുന്നത്. ഒരു നിമിഷം ജറാഹ് പകച്ചുപോയി. പക്ഷേ അടുത്ത നിമിഷം രോഷാകുലനായ ജറാഹ് ചിന്തിച്ചു, ഇവനെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നവനാണ്, ഇവന് ഞാൻ ഭക്ഷണം കൊടുത്തവനാണ്, ഇവന് ഞാൻ വസ്ത്രം കൊടുത്തവനാണ്, ഇവനിന്ന് എന്നെ വിട്ടിട്ട് മുഹമ്മദിന്റെ കെണിയിൽ അകപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അവൻ സ്വന്തം പിതാവായ എന്നോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നു. ഇല്ല, വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല, യുദ്ധം നടത്തുക തന്നെ. അബൂ ഉബൈദ മുന്നോട്ട് ചുവട് വെച്ചു, ജറാഹ് അവിടെ ഇങ്ങോട്ട് ചുവട് വെച്ചു. രണ്ടുപേരും അടുക്കുന്നു, എല്ലാവരും നോക്കി നിൽക്കുന്നു. പിതാവും മകനും തമ്മിലുള്ള യുദ്ധം നടക്കാൻ പോകുന്നു. ചരിത്രത്തിൽ വളരെ വിരളമായി മാത്രം സംഭവിച്ചിട്ടുള്ള അത്ഭുതം നടക്കാൻ പോകുന്നു. എല്ലാവരും ആകാംക്ഷാഭരിതരായി വീർപ്പ് പിടിച്ചുകൊണ്ട് കാത്തുനിൽക്കുന്നു. രണ്ടുപേരുമതാ യുദ്ധം ചെയ്യുന്നു. വാളുകൾ അന്തരീക്ഷത്തിൽ തമ്മിൽ കൂട്ടിയൊടിക്കുന്നു. ശബ്ദം പാടും കേൾക്കുന്നു. വാളുകളിൽ നിന്ന് തീജ്വാലകൾ പറക്കുന്നു. ആ തീ പറക്കുന്ന കണ്ടുകൊണ്ട് കണ്ണു ചുണ്ടി എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ കുറെ സമയം നീണ്ടുള്ള യുദ്ധത്തിന്റെ അവസാനം അതാ ഒരു തല അന്തരീക്ഷത്തിലൂടെ പറന്നുപോയി ഫുട്ബോൾ പോലെ തെറിച്ചു വീഴുന്നു. എല്ലാവരും നോക്കി ആരുടേതാണ് തല? അബൂ ഉബൈദയുടെ പ്രിയപ്പെട്ട പിതാവ് ജറാഹിന്റെ തലയാണത്. തല അവിടെ കിടന്ന് പിടയ്ക്കുമ്പോൾ അബൂ ഉബൈദ മതിയായപ്പോലുള്ള മക്കളെ വാളുമായിട്ട് ചോരയിട്ട് വീഴുന്ന വാളുമായിട്ട് ആ പിടയ്ക്കുന്ന തലയിലെടുക്കലേക്ക് അബൂ ഉബൈദ പോയി. വാളിന്റെ തുമ്പിലേക്ക് ആ തലക്കോറെടുത്ത് വാളുയർത്തി പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്ക് വാളിൽ ഉയർന്നിടങ്ങിയ ഉപ്പാന്റെ തലയുമായിട്ട് വന്ന് ആ തല കൊണ്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ചു കൊടുത്തിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അബൂ ഉബൈദ സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സലാം മടക്കില്ല. റസൂലുള്ളാഹിന്റെ മുഖം വിവർണമായി. അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണ് ചുമന്നു. എത്ര ഭിക്കാരിയായാലും സ്വന്തം പിതാവിന്റെ തല വെട്ടി മാറ്റാറും ആ വെട്ടി മാറ്റിയ തല വാൾത്തുമ്പിൽ കോർത്തെടുത്തുകൊണ്ട് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നിൽ കൊണ്ടുവരാനും മനസ്സ് കാണിച്ച മകൻ ചെയ്തതുമല്ലാത്ത പാതകമാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ
റസൂലിന്റെ മനസ്സിൽ കാർമേഘം മൂടി. ഹബീബായ നബി സലാം നടന്നില്ല. റസൂലുള്ള തല വലതോട്ട് ഒന്നിച്ചു കളഞ്ഞു. അത്ഭുതത്തോടെ, അതിനുപരി ആശങ്കയോടെ, വേദനയോടെ, ഉദ്ദിഷ്ടത്തോടെ, പ്രയാസത്തോടെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞാൻ തെറ്റ് ചെയ്തോ നബിയേ? അങ്ങേ തെറി പറഞ്ഞപ്പോൾ, അങ്ങേ ആക്ഷേപിച്ചപ്പോൾ കേട്ടുകൊണ്ടിരിക്കാനുള്ള മനസ്സില്ലാതെന്നല്ലേ എന്റെ ഉപയായിട്ട് ഞാൻ പോയി തലവെത്തിയത് നബിയേ? അങ്ങക്കത് ഇഷ്ടപ്പെട്ടില്ലേ ഹബീബേ? അപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് ഉണ്ടായിരുന്നു, പക്ഷേ അല്ലാഹു ഉണ്ടായിരുന്നില്ല. ബദറേ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുന്നു, നബിയേ, സലാം നടക്കാതിരിക്കുന്നത് എന്തനുസാരത്തിലാണ് നബിയേ? ഉപ്പായുടെ തലവെട്ടിയ മകനായത് കൊണ്ടാണോ നബിയേ? അറിയുക ഹബീബേ, ലാ തജിദു ഖൗമൻ യുമിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അസ്വാജഹും ഔ അശീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ വഅയ്യദഹും ബിറൂഹിൻ മിൻഹു വയുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ ഉലൈക ഹിസ്ബുല്ലാഹ് അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. നബിയേ, ഉപ്പാന്റെ തലവെട്ടി കൊണ്ടുവന്ന മകൻ എന്തിനാണത് ചെയ്തതെന്നൊന്ന് ചിന്തിച്ചോ ഹബീബേ? അന്നറിയുക, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യദിനത്തെ കൊണ്ടും വിശ്വസിച്ച മനുഷ്യരുണ്ടല്ലോ, അവരൊരിക്കലും അല്ലാഹുവിനോടും റസൂലിനോടും സമരം പ്രഖ്യാപിക്കുന്നവരോട് സന്ധിയാവുകയില്ല നബിയേ. അല്ലാഹുവിനോടും റസൂലിനോടും സമരം പ്രഖ്യാപിച്ചവരോട് സന്ധിയാകാൻ അല്ലാഹുവിനെ കൊണ്ടും അന്ത്യദിനത്തെ കൊണ്ടും വിശ്വസിച്ചവർക്ക് കഴിയില്ല നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അറിയണോ നബിയേ, അല്ലാഹുവുമായും റസൂലുമായും യുദ്ധം പ്രഖ്യാപിച്ചവർ, ആ യുദ്ധം പ്രഖ്യാപിച്ചവരോട് സന്ധിയാകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ, ആ യുദ്ധം പ്രഖ്യാപിച്ചത് വലവുകാനും ആബാഹും, അവരുടെ പിതാക്കന്മാരായാലും ഔ അബ്നാഅഹും, അവരുടെ സന്താനങ്ങളായാലും ഔ ഇഖ്വാനഹും, അവരുടെ സഹോദരങ്ങളായാലും ഔ അസ്വാജഹും, അവരുടെ ഭാര്യമാരായാലും ഔ അശീറന്നഹും, അവരുടെ കുടുംബക്കാരായാലും ആരായാലും അല്ലാഹുവിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചവനോട് സന്ധിയാകാൻ സത്യവിശ്വാസികൾ കഴിയില്ല നബിയേ എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നില്ല മക്കളെ. അല്ലാഹു വീണ്ടും പറയുന്നു, സ്വന്തം ഉപ്പാന്റെ തലവെട്ടിയെടുത്തവന് അനുകൂലമായി വന്ന ഖുർആനിൽ വീണ്ടും പറയുന്നു, ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അല്ലാഹു അവരുടെ ഹൃദയത്തിൽ ഈമാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു നബിയേ. വഅയ്യദഹും ബിറൂഹിൻ മിൻഹു, ഉപ്പാന്റെ തലവെട്ടിയവന് അനുകൂലമായ ഖുർആൻ വീണ്ടും പറയുന്നു, വഅയ്യദഹും ബിറൂഹിൻ മിൻഹു, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക സഹായം കൊണ്ട് അല്ലാഹു അവരെ ശക്തിപ്പെടുത്തും നബിയേ, അവരെ തട്ടിപ്പെടുത്തും നബിയേ. എന്നിട്ടും തീരുന്നില്ല, വീണ്ടും പറയുന്നു വയുദ്ഖിൽഹും, അവരെ അല്ലാഹു പ്രവേശിപ്പിക്കും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അടിവാരത്തുകൂടി അരുവിയൊഴുകുന്ന ആരാമങ്ങളിൽ സ്വർഗങ്ങളിൽ അല്ലാഹു അവരെ കടക്കും നബിയേ. എന്നിട്ടും നിർത്തുന്നില്ല മക്കളെ. ഉപ്പാന്റെ തലവെട്ടിയെടുത്തവന് അനുകൂലമായി വീണ്ടും ഖുർആൻ പറയുന്നു, ഉലൈക ഹിസ്ബുല്ലാഹ്, അവരല്ലാഹുവിന്റെ പാർട്ടിയാണ്, അവരല്ലാഹുവിന്റെ പാർട്ടിയാണ്, അവരല്ലാഹുവിന്റെ പാർട്ടിയാണ്. അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അല്ലാഹുവിന്റെ പാർട്ടി മാത്രമാണ് വിജയം വരിച്ചവർ നബിയേ. അല്ലാഹുവിന്റെ പാർട്ടി മാത്രമാണ് വിജയം വരിച്ചത്. തിരുരങ്ങാടി വിജയിക്കുന്ന കാര്യമല്ല, ആഖിറത്തിലെ വിജയത്തിന്റെ കാര്യം. അല്ലാഹുവിന്റെ പാർട്ടി മാത്രമാണ് വിജയം വരിച്ചത്. സ്വന്തം പിതാവിന്റെ തല, അധർമ്മകാരിയായ പിതാവിന്റെ തല വെട്ടിയെടുത്ത് വാൾത്തുമ്പിൽ കോർത്തു കൊണ്ടുവന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ വെറുപ്പിന്റെ കാർമേഘം മൂടിയപ്പോൾ മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് അല്ലാഹു തആല ആ കാർമേഘം തുടച്ചു നീക്കിയിട്ട് പറയുന്നു, അവരുടെ വിശേഷണം അരപ്പേജോളം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. ഇതാണ് സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി
അസത്യത്തിന്റെയും അധർമ്മത്തിന്റെയും വക്താക്കളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിക്കുന്ന ദൂതന്മാരുടെ സമൂഹത്തിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഉലൈക ഹിസ്ബുല്ലാഹ്, അവർ അള്ളാഹുവിന്റെ പാർട്ടിയാണ്. നമുക്ക് അതാകണം മക്കളെ, നമുക്ക് അള്ളാഹുവിന്റെ പാർട്ടിയാണ്. താൽക്കാലികമായി നിങ്ങൾ PDP-യിലോ മുസ്ലിം ലീഗിലോ INL-ലോ ഒക്കെ പ്രവർത്തിച്ചോ, പക്ഷേ ആത്യന്തികമായി നമുക്കാകേണ്ടത് ഉലൈക ഹിസ്ബുല്ലാഹ്, അള്ളാഹുവിന്റെ പാർട്ടിയാണ്. അതിന് അധർമ്മത്തോട് സന്ധിയാകാതിരിക്കണം, അസത്യത്തോട് സന്ധിയാകാതിരിക്കണം, അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കണം, ദീനിന്റെ പാതയെ അക്ഷരാർത്ഥത്തിൽ ദീനിന്റെ വഴിയിലൂടെ സഞ്ചരിക്കണം. ഏത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും അവൻ ആലോചിക്കണം, ഇത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണോ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണോ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണോ. ഇന്നലെ ഞാൻ വായന കഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോൾ മുസ്ലിം ചെറുപ്പക്കാർ തലയിൽ സുന്ദരമായി ഉടുപ്പൂരി കെട്ടിയിട്ട് ജീപ്പിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഇങ്ങോട്ട് വരും. ഞാൻ ചോദിച്ചു എന്റെ കൂടുള്ളവരോട്, ഇതാരാ, എവിടെ പോയിട്ട് വരായിരുന്നു? അത് ഗാനമേള ഉണ്ടായിരുന്നു, വിഷു പ്രമാണിച്ചുള്ള ഗാനമേള. എനിക്ക് മഴതനിയുടെ വാങ്ങ് കേൾക്കാൻ നിങ്ങൾ വരണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല. വരാതിരുന്നത് എന്താണെന്ന് പടച്ചോൻ ചോദിക്കുമെന്ന് ഞാൻ പറയുന്നുമില്ല. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ നിഷിദ്ധമാക്കിയ അന്യ സ്ത്രീകളും പുരുഷന്മാരും കൂട്ടാടുന്ന ഗാനമേളയും ഫിലിം സ്റ്റാറുകളുടെ പരിപാടികളും മിമിക്രികളും അമ്മയുടെ ഷോയും എല്ലാം കാണാൻ വേണ്ടി മുസ്ലിം ചെറുപ്പക്കാരൻ മുഹമ്മദ് മുസ്തഫയുടെ പ്രിയപ്പെട്ട ഉമ്മത്തി പോകുന്നത് തെറ്റാണ് മക്കളെ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, നിനക്ക് വേണ്ടി നാളെ ആഖിറത്തിലെ ശഫാഅത്തിന് മമ്മൂട്ടി വരൂല മോനെ, മോഹൻലാലും വരൂല, അമിതാഭ് ബച്ചനും വരൂല, ആരും വരൂല. ശഫാഅത്തിന് വരുന്നത് ആരാ? ഇമ്രാൻഖാനാണോ? അല്ല. ശഫാഅത്തിന് വരുന്നത് അസ്ഹറുദ്ദീനാണോ? കപിൽ ദേവാണോ? ശഫാഅത്തിന് വരുന്നത് ആരാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ശഫാഅത്ത് നിനക്ക് വേണ്ടേ മോനെ? നാളെ ആഖിറത്തിൽ വെച്ച് പടച്ച തമ്പുരാന്റെ എല്ലാ കോപവും പ്രത്യക്ഷപ്പെടുത്താൻ പോകുന്ന മനുഷ്യൻ ഓരോരുത്തരും ചെയ്ത തെറ്റിനനുസരിച്ച് ഇന്ന് 9,29,00,000 മൈൽ ഉയരത്തിൽ നിൽക്കുന്ന സൂര്യൻ, ഭൂമിയിൽ നിന്ന് 9,29,00,000 കിലോമീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന സൂര്യൻ തലയിൽ നിന്ന് രക്തച്ചാൾ ഉയർത്തി ഉദിച്ചു നിൽക്കുന്ന മനുഷ്യറ, കട്ടിച്ചെമ്പ് കൊണ്ട് നിർമ്മിതമായ തറ ആ മനുഷ്യറ. ഓരോരുത്തരും ചെയ്തു പോയ പാപത്തിന്റെ കണക്കനുസരിച്ച് ചിലരുടെ പാദം കാല് വരെ, ചിലരുടെ മുട്ടുവരെ, ചിലരുടെ അരവരെ വിയർപ്പിന് മുങ്ങുന്ന, ചിലരുടെ കഴുത്ത് വരെ വിയർപ്പിന് മുങ്ങുന്ന, വേറെ ചിലർ വെട്ടിത്തിളയ്ക്കുന്ന വിയർപ്പിനകത്ത് കിടന്ന് കൈകാലം കഴിക്കുന്ന മനുഷ്യറ, ആരും രക്ഷിക്കാനില്ലാത്ത മനുഷ്യറ, ചൂടിന്റെ കാഠിന്യം കൊണ്ട് അലറി വിളിക്കുന്ന മനുഷ്യറ. വലതോട്ട് തിരിയാൻ വയ്യ, വലതുഭാഗത്ത് ജനം തിരിഞ്ഞിരിക്കുന്നു, ഇടതോട്ട് തിരിയാൻ വയ്യ, ഭാഗത്ത് ജനം തിങ്ങിയിരിക്കുന്നു, മുൻപോട്ട് വീഴാൻ വയ്യ, മുന്നിൽ ജനം തിങ്ങിയിരിക്കുന്നു, ഇടതോട്ടോ വലതോട്ടോ മുന്നോട്ടോ പുറകോട്ടോ മാറാൻ കഴിയാറ്, ഇരിക്കാനാവാതെ ഉയർന്നു നിൽക്കാനാവാതെ പരിപൂർണ്ണ മതരായി നിൽക്കുന്ന മനുഷ്യറ. ബഹുമാനപ്പെട്ട ആയിഷ ചോദിച്ചില്ലേ മക്കളെ, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ്, അവിടെ മതരായി നിൽക്കുമോ റസൂലേ? അങ്ങനെ നിന്നാലേ അന്യ പുരുഷന്മാർ അന്യ സ്ത്രീകളെയും അന്യ പുരുഷന്മാരുടെയും ഔറത്തുകളെ കാണില്ലേ നബിയേ? ആയിഷ ആ ഭീകരമായ ചൂടിൽ വെച്ച്, ആ മഹ്ശറയുടെ കാഠിന്യത്തിൽ വെച്ച് നിന്റെ തലയിലേക്കും നിന്റെ ശരീരത്തിന്റെ മാതകത്വം തുളുമ്പുന്ന ഭാഗങ്ങളിലേക്കും നോക്കാൻ അവിടെ ആർക്കും നേരമില്ല ആയിഷ. എല്ലാവരും സ്വന്തം ശരീരം, സ്വന്തം ശരീരം, സ്വന്തം ശരീരം, ആ ശരീരത്തെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് ആയിഷ. അവിടെ വെച്ച് മക്കളെ ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി പറഞ്ഞ ആ വെട്ടിത്തിളയ്ക്കുന്ന വിയർപ്പിന് മുങ്ങിത്തപ്പുന്ന മഹ്ശറയിൽ വെച്ച് മക്കളെ അല്ലാഹു തആല ഓരോരുത്തരും ചെയ്ത പാപങ്ങൾ അവിടെ പ്രദർശിപ്പിക്കുമ്പോൾ വെള്ളിയാഴ്ച പള്ളിയിൽ ജുമാ നിസ്കാരത്തിന്റെ ബാങ്ക് മുഴങ്ങുമ്പോൾ റബ്ബിന്റെ പള്ളിയിലേക്ക് പോകാതെ മനുഷ്യരിൽ നിന്ന് ബസ് കയറി കോഴിക്കോട്ട് പോയി മുടയവന്റെ തിയേറ്ററിന്റെ മുന്നിലേക്ക് ഇറങ്ങുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, നിന്റെ കൂടെ മുമ്പിലേക്ക് നടന്ന ഓരോ ചുവടുവെപ്പും മഹ്ശറയിൽ വെച്ച് കാണിക്കുമ്പോലോ രാത്രിയുടെ മുസഫറിൽ ആരും അറിയാതെ കള്ള് ഷാപ്പിലേക്ക് പോയ മുസ്ലിമേ, വ്യഭിചാരശാലയിലേക്ക് പോയ മുസ്ലിമേ, പലിശ തിന്നുന്ന മുസ്ലിമേ, ചുറ്റി നടക്കുന്ന മുസ്ലിമേ, ബാങ്കിൽ നിന്ന് പലിശ വാങ്ങിക്കുന്ന മുസ്ലിമേ, അതിൽ ലംഘിക്കുന്ന മുസ്ലിമേ,
മറ്റുള്ളവന്റെ അതിന് വേണ്ടി തന്റേതാക്കി മാറ്റുന്ന മുസ്ലിമേ, മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന മുസ്ലിമേ, പരദൂഷണം പറയുന്ന മുസ്ലിമേ, ഹറാമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മുസ്ലിമേ, വഞ്ചിക്കുന്ന മുസ്ലിമേ, കള്ളത്തൂക്കം നടത്തുന്ന മുസ്ലിമേ, കള്ളം പറഞ്ഞ് കച്ചവടം നടത്തുന്ന മുസ്ലിമേ, കള്ളത്തരത്തിലൂടെ സ്വത്ത് സമ്പാദിക്കുന്ന മുസ്ലിമേ, എല്ലാം അവിടെ പ്രകടമാക്കും. ഓരോരുത്തരുടെയും ഓരോ പ്രവർത്തനങ്ങളും അവിടെ പ്രകടമാകും. ഇത് മറ്റുള്ളവരുടെ മുന്നിൽ ഇതെല്ലാം പ്രദർശിപ്പിച്ച് നാളം കൊടുത്തു കൊന്നുപോരോ. അങ്ങനെ ആ മഹ്ശറയിൽ വെച്ച് എല്ലാം പ്രകടമാക്കപ്പെടുന്ന മഹ്ശറയിൽ വെച്ച് ആരും രക്ഷിക്കാനില്ലാത്ത സമയത്ത് നിന്നെ രക്ഷിക്കാനെത്തുന്നത് പോലെ ഈ മഹാനായ അബുൽ ബശർ ആദമിനെ കാണും. എല്ലാവരും ഉറക്കെ വിളിച്ചു പറയും, ആദം വന്നു, നമ്മുടെ ഉടമയല്ലേ, ലോകത്തിന്റെ പിതാവല്ലേ. ആദമിനോട് പറയുക, ആദം റബ്ബിനോട് പറയട്ടെ, നമ്മളെ ഇവിടെ നിന്ന് മാറ്റാൻ, ഈ മഹ്ശറയിലെ ഭീകരതയിൽ നിന്നൊന്ന് മാറ്റാൻ, ഈ ചൂടിൽ നിന്നൊന്ന് മാറ്റാൻ, ഈ ഉയർത്തിൽ നിന്നൊന്ന് മാറ്റാൻ ഉറക്കെ വിളിച്ചു പറയുന്നു, റബ്ബേ സ്വർഗം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഇന്നായിലല്ല പടച്ചവനെ നരകത്തിലേക്കെങ്കിലും ഇവിടുന്ന് മാറ്റമേ റബ്ബേ എന്നോരോരുത്തരും വിളിച്ചു പോകുന്ന സമയത്ത് ആദം നബിയെ കാണുന്നു. ആദം നബിയോട് പറയുന്നു, ഞങ്ങളുടെ ഉടമയല്ലേ, അങ്ങ് റബ്ബിനോട് പറയുമോ, ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ പറയുമോ, നരകത്തിലേക്ക് ഞങ്ങളെ വിട്ടാലും വേണ്ടില്ല, ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ ഞങ്ങളോട് താങ്കൾ പറയുമോ റബ്ബിനോട്. ആദം പറയുന്നു, ഇല്ല, എനിക്കതിനുള്ള ചാൻസ് ഇല്ല, ഞാനത് നഷ്ടപ്പെടുത്തിയവരാണ്, ഇനി എന്നെ കൊണ്ടത് പറ്റില്ല. നൂഹ് നബിയെ കാണുന്നു, മൂസാ നബിയെ കാണുന്നു, ഈസാ നബിയെ കാണുന്നു. ഓരോരുത്തരോടും പറയുമ്പോൾ എല്ലാവരും കൈയൊഴിയുമ്പോൾ മക്കളെ ആ മഹ്ശറയിൽ വെച്ച് നിന്നെ രക്ഷിക്കാൻ വേണ്ടി റബ്ബിനോട് ശുപാർശ ചെയ്യാൻ ഒറ്റ ഒരാളെ ഒന്ന് കൊല്ലുപോലെ ആ ശുപാർശയ്ക്ക് വരുന്നത് ആരാണെന്ന് നീ ചിന്തിക്കണം. നിന്റെ രാത്രിന്റെ മേലാളന്മാർ ശുപാർശയ്ക്ക് വരില്ല, നീ ഇഷ്ടപ്പെട്ട സിനിമാ ശുപാർശയ്ക്ക് വരില്ല, നിന്നെ ദുനിയാവിൽ വെച്ച് സന്ദർശിച്ചു നിർത്തിയാരും ശുപാർശയ്ക്ക് വരില്ല. അവിടെ ശുപാർശയ്ക്ക് വരുന്നത് ഒറ്റ ഒരാൾ മാത്രമാണ്, അഷ്റഫുൽ മഖ്ലൂഖീൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്, ആ അല്ലാഹുവിന്റെ ഹബീബ് മാത്രമാണ് ശുപാർശയ്ക്ക് വരുന്നതെങ്കിൽ, ആ റസൂലുള്ളാഹിയുടെ ശുപാർശയ്ക്ക് പെടണമെങ്കിൽ മോനെ നീ പാപം ചെയ്തവനാണെങ്കിൽ, നീ നിസ്കാരം മുടങ്ങിയവനാണെങ്കിൽ, നീ നീതിന്റെ നിയമങ്ങൾ ലംഘിച്ചവനാണെങ്കിൽ, നിന്റെ മുഖത്ത് വെറുപ്പോടുകൂടി മാത്രമേ നബി മുഹമ്മദ് മുസ്തഫ നോക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നീ വിസ്മരിക്കരുത്. വിഷുവിന്റെ ഗാനമേളയ്ക്ക് പോയില്ലേ, സിനിമാ നടന്മാരുടെ കോക്രി കാണാൻ, മിമിക്രി. അമ്മ കാണാൻ വേണ്ടി കോഴിക്കോട്ടേക്ക് ജീപ്പ് പിടിച്ചു പോയി, അമ്മയുടെ ഷോ കാണാൻ വേണ്ടി. ഗാനമേള കേൾക്കാൻ വേണ്ടിയിട്ട് ഉറക്കം ഒഴിഞ്ഞു പോയില്ലേ, മാറി നിൽക്കടാ ഇങ്ങോട്ട്, നാളെ ചോദിക്കും പടച്ചവൻ, മാറി നിൽക്കിങ്ങോട്ട്. എന്നിട്ട് പറയും കൈകാലുകൾ കൂട്ടിക്കിട്ടണ നരകത്തിന്റെ ഗാത്രയിലേക്ക് വലിച്ചെറിയടാ. അള്ളാഹുവിന്റെ ഖുർആൻ പറയും, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ മക്കളെ, നമ്മളെല്ലാം കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇനിയുള്ള നിമിഷങ്ങൾ നാം അനാശാസ്യ പ്രവണതകളിൽ നിന്ന് വിട്ടുനിൽക്കുക, അനിസ്ലാമിക പ്രവണതകളിൽ നിന്ന് വിട്ടുനിൽക്കുക, തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കുക, തഖ്വയുള്ളവരാകാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.